ഞങ്ങളിപ്പോൾ ഉള്ളത് യുനെസ്കോയിൽ ഇടം നേടിയ ജോർദാനിലെ പ്രധാനപ്പെട്ട പെട്രയിലാണ്. പെട്ര നബാത്തിയന്മാരുടെ തലസ്ഥാനമായിരുന്നു. പാറക്കെട്ടുകളിൽ കൊത്തിയുണ്ടാക്കിയ അവിശ്വസനീയമായ നിർമ്മിതികളാണ് പെട്രയുടെ പ്രധാന ആകർഷണം. ട്രഷറി, ആശ്രമങ്ങൾ, തിയേറ്റർ എന്നിവയെല്ലാം പെട്രയിലെ പ്രധാന കാഴ്ചകളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണിത്. നബാത്തിയന്മാർ BC 4-ാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെയാണ് പ്രധാനമായും പെട്രയിൽ താമസിച്ചിരുന്നത്. അവർ വളരെ സമ്പന്നരും വ്യാപാരത്തിൽ നിപുണരുമായിരുന്നു. അവരുടെ സംസ്കാരം റോമൻ, ഗ്രീക്ക് അതെ, നബാത്തിയന്മാർ വിദഗ്ധരായ ജലസേചന വിദഗ്ധരായിരുന്നു. വാദി മൂസയിൽ നിന്ന് അവർ പെട്രയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു. ഇത് അവരുടെ കാർഷിക ആവശ്യങ്ങൾക്കും നഗരത്തിലെ ജീവിതത്തിനും വളരെ സഹായകമായി. ഈ ജലസേചന സംവിധാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാൻ സാധിക്കും. പെട്രയ്ക്ക് പ്രധാനമായും പല ഭാഗങ്ങളുണ്ട്. സിക് എന്ന പ്രധാന കവാടത്തിലൂടെ കടന്നുപോയാൽ ട്രഷറി, തിയേറ്റർ, അഗോര തുടങ്ങിയ പ്രധാന കാഴ്ചകൾ കാണാം. ഇതിനു പുറമെ മൊണാസ്ട്രി എന്നറിയപ്പെടുന്ന വലിയ ഒരു നിർമ്മിതിയും നിരവധി ശ്മശാനങ്ങളും കൊട്ടാരങ്ങളും പെട്രയിലുണ്ട്. സിക്കിലൂടെയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. സിക്ക് കഴിഞ്ഞാൽ കാണുന്ന ട്രഷറിയാണ് പെട്രയിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി. കൊത്തിയെടുത്ത ആ നിർമ്മാണ രീതി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നബാറ്റിയൻസ് ഈ മലകൾ കൊത്തിയെടുത്തതിന് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനും സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന രഹസ്യങ്ങൾ ഇവയാണ്. 1. മുകളിൽ നിന്ന് താഴേക്ക്, ടോപ്പ് ഡൗൺ കൺസ്ട്രക്ഷൻ. സാധാരണ നമ്മൾ വീട് പണിയുമ്പോൾ അടിത്തറയിൽ നിന്ന് മുകളിലേക്കാണല്ലോ പണിയുക. എന്നാൽ പെട്രയിലെ കൊത്തുപണികൾ മുകളിൽ നിന്ന് താഴേക്കാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം അവർ മലയുടെ മുകളിൽ ഒരു തട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. അവിടെ നിന്ന് താഴേക്ക് കൊത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഏണി സ്കാഫോൾഡിംഗ് കെട്ടേണ്ട ആവശ്യം അവർക്ക് വന്നില്ല. അവർ കൊത്തിയുണ്ടാക്കുന്ന ഓരോ ഭാഗവും അവർക്ക് നിൽക്കാനുള്ള തട്ടായി മാറി. 2. പാറയുടെ തരം. പെട്രയിലെ പാറകൾ മണൽക്കല്ലുകൾ, സാൻഡ്സ്റ്റോൺ ആണ്. ഇവ താരതമ്യേന മൃദുവായ പാറകളാണ്. അതുകൊണ്ട് തന്നെ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ഇവ കൊത്തിയെടുക്കാൻ എളുപ്പമായിരുന്നു. ഈ പാറകളിലെ പല നിറത്തിലുള്ള വരകൾ, മഞ്ഞ, ചുവപ്പ്, വെള്ള, ഓരോ കെട്ടിടത്തിനും സ്വാഭാവികമായ ഒരു ഭംഗി നൽകുന്നു. 3. അളവുകളും കൃത്യതയും. ഖസ്നെ, ട്രഷറി പോലുള്ള കെട്ടിടങ്ങൾ നോക്കിയാൽ കാണാം. അവ വളരെ കൃത്യമായ അളവുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.